ഇന്ന് നമുക്കൊരു സാധാരണക്കാർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിൻ്റെ ഒരു കല്യാണം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. നിക്കാഹാണ്, ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എപ്പോഴും നമ്മൾ പൈസക്കാരുടെയും എന്താ പറയുക റിച്ച് ആൾക്കാരുടെ മാത്രമല്ല മീഡിയാസിലൊക്കെ കാണുള്ളൂ. അപ്പോൾ ഒരു മിഡിൽ ക്ലാസിൻ്റെ പരിപാടി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഏതായാലും നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ പിയാപ്പിൾക്ക് പോകാനുള്ള വാഹനത്തിൽ നിന്ന് തുടക്കാം. കൂട്ടത്തിൽ ഒരുത്തനായിരിക്കും മിക്കവാറും വാഹനം ഉണ്ടാകുക. ഇന്നത്തെ നമ്മുടെ ആള് അജു ആണ്. അജുവിന്റെ കയ്യിലാണ് ഓടിയുള്ളത്. സോ അവന്റെ വാഹനം തന്നെയാണ് പിയാപ്പിളിന്റെ വണ്ടി. അപ്പൊ രാവിലെ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ വിട്ടു പിയാപ്പിളിന്റെ വീട്ടിലേക്ക്. നമ്മളവിടെ എത്തിയപ്പോഴേക്ക് തന്നെ ഏകദേശം പിയാപ്പിളിന്റെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഏതായാലും പിയാപ്പിൾക്ക് ഇറങ്ങാനുള്ള ടൈമായി. അങ്ങനെ വീട്ടുകാരോടും സ്വന്തക്കാരോടും ഒക്കെ യാത്ര പറഞ്ഞ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം പിയാപ്പിൾ ഇറങ്ങി. അങ്ങനെ പെണ്ണിന്റെ അടുത്തേക്കുള്ള യാത്ര തുടങ്ങി. നിക്കാഹ് ഹാളിനായതുകൊണ്ട് തന്നെ ഹാളിലേക്കാണ് യാത്ര. സോ ഞങ്ങൾ അണ്ടോണ കൺവെൻഷൻ സെന്ററിൽ എത്തി. ഇവിടെ കയറുന്നിട്ട് തന്നെ വെൽക്കം ഡ്രിങ്ക് തുടങ്ങി സംഭവങ്ങളൊക്കെ സെറ്റാണ്. ചെക്കന് പോയി വണ്ടി തന്നെയാണ്, പെണ്ണ് വന്നിട്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷെ പെണ്ണ് വന്ന അപ്പുറത്തെ വണ്ടിയിൽ ഇരുന്നിട്ടും ചെക്കനെ നോക്കുന്നില്ല എന്നാണ് ചെക്കനെ കംപ്ലൈന്റ്. ആ സങ്കടം ആ പാവത്തിന്റെ മുഖത്ത് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലേക്ക് കയറി ചെക്കനെ സ്റ്റേജിലേക്ക് അയച്ചു. അത് കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തെ പറ്റി ചെറിയൊരു പ്രഭാഷണവും നിക്കാഹും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അടുത്തത് പെണ്ണിന്റെ വരവാണ്. കൂട്ടുകാരികളെയും കുടുംബക്കാരുടെ ഒപ്പം പെണ്ണ് ഏതായാലും സ്റ്റേജിലേക്ക് കടന്നു വന്നു. പിന്നെ ചെക്കന്റെ മുഖത്ത് ആ ഒരു സന്തോഷം ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ കിട്ടിയ പാട്ട് വെച്ചിട്ട് ഞങ്ങളും കുറച്ചൊക്കെ ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പെണ്ണ് നേരെ സ്റ്റേജിലേക്ക് കയറി വന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും കാലം റൊമാൻറ്റിക് അല്ല എന്ന് ചിന്തിച്ചിരുന്ന ശനിന്റെ ചില റൊമാൻറ്റിക് രംഗങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെ ചെക്കൻ ആകെ മാറി ടോട്ടൽ വൈബ് തന്നെ ചേഞ്ച് ആയിപ്പോയി. അടുത്തത് കുടുംബക്കാരുടെയും അതേപോലെ നാട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഫോട്ടോഷൂട്ടാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. എല്ലാത്തിനും നിന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് അവിടേക്ക് എത്തിയത്. ഹാളിലൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി അതേപോലെ മന്തി പിന്നെ ബ്രോസ്റ്റഡ് ഒക്കെ അവിടെ ഉണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സുലൈമാനി അടിക്കാൻ വന്നിട്ട് ഒരു മിനിറ്റിയും അടിച്ച് പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒരു പീസും എടുത്ത് കഴിച്ച് നമ്മൾ വിട്ടു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്.